എറണാകുളത്തിന് ഹൃദയഭാഗത്തെ ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഒന്ന് കാണാം. ബസ് സ്റ്റാൻഡാണോ മാലിന്യ കൂമ്പാരമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത ഒരവസ്ഥയാണത്. ബസ് സ്റ്റാൻഡിൽ വേസ്റ്റ് ബിന്നോ ശുചിമുറിയോ ഒന്നുമില്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു KSRTC ബസ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാസങ്ങളായി ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങളാണ്. ഇതൊരു ബസ് സ്റ്റാൻഡാണോ അതൊരു മാലിന്യ കൂമ്പാരമാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. ഈ മാലിന്യങ്ങൾ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചുകൂടെ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ നിക്ഷേപിക്കാൻ പോലും, അങ്ങനെ പറയാൻ പോലും ഒരു വേസ്റ്റ് ബിൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ശുചീകരണ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മാസങ്ങളായി ഇവിടെ എത്താറില്ല എന്നാണ് ആളുകൾ പറയുന്നത്. KSRTC ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. ലൈറ്റുകളുടെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നോക്കിയാൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെയുണ്ട്. അവർ ഈ ഇരിപ്പിടങ്ങളൊക്കെ ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലൂടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇതുപോലെ കൂർത്തിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ കൊണ്ട് കാലിൽ നല്ല രീതിയിൽ പരിക്ക് ഏൽക്കാനുള്ള സാധ്യതയുമൊക്കെയുണ്ട്. ഈ പരിസര പ്രദേശത്ത് പറയാൻ പോലും ഒരു CCTV ക്യാമറ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ശുചിമുറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ പേരിന് പറയാൻ പോലും ഒരു ശുചിമുറിയില്ല. രാത്രിയാകുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഈ സീറ്റുകളിൽ കിടന്നുറങ്ങുക. ആളുകൾക്ക് യാത്രക്കാരി ഇരിക്കാനുള്ള സൗകര്യമാണെങ്കിൽ അതൊരു അവരുടെ ഇരിപ്പിടം അല്ലെങ്കിൽ വീടാക്കി മാറ്റേണ്ടത്. അപ്പോൾ പലതവണ ഞങ്ങൾ തന്നെ ഇടപെട്ടാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഇവർ ഗുരുവായൂർ തുടങ്ങി ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കും. കാരണം അതിരാവിലെ വണ്ടി കയറി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും 3 മണിക്കൂറൊക്കെ ഓടിയിട്ടാണ് ഇവിടെ വരുന്നത്. അവരുടെ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോലും ഒരു യൂറിൻ ഷെഡ് പോലുമില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരുട്ടാണ്. സാമൂഹ്യ ഭയങ്കര ഇതായിരുന്നു. ഇത് പ്രകാരം ഹൈബീഡിനോട് ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ നമുക്ക് ഹൈമാസ്ക് തന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ലൈനും തന്നിട്ടുണ്ട്. അത് പരിപാലിക്കാനുള്ള നടപടി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുപോലെ മുകളിലേക്ക് ഇതൊക്കെ പൊളിച്ചിടുന്നതാണ്, അല്ലാതെ പോയതല്ല. കൊച്ചിയിൽ പലതും സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടും സ്മാർട്ട് അല്ലാത്ത ഒരു KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണിത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.